ഇക്കാലത്ത് ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2-3 സിനിമയുടെ പേര് പറഞ്ഞേ. ആവേശം ഒന്ന്, രണ്ടാമതൊന്ന് പറഞ്ഞേ. പ്രേമലു. മൂന്നാമത്തത് മഞ്ഞുമ്മൽ ബ്രദേഴ്സ്. ഓക്കെ, ബോയ്സ് ആയാലും ബ്രദേഴ്സ് ആയാലും ഇത് നല്ലതാണ് എന്ന്, നല്ല സിനിമയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ധാരണ പെശകാണ്. നിങ്ങളൊരു കാര്യം എഴുത്. ആവേശമെന്ന സിനിമയിൽ മുഴുവൻ നേരവും അടിയും ഇടിയും കുടിയുമാണ്. ഹോസ്റ്റലിലൊക്കെ പോകുന്ന കുട്ടികൾ, അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരില്ല, പഠിക്കുന്ന കുട്ടികളുമില്ല. ബാറിലാണ് മുഴുവൻ നേരവും. അക്രമവും അടിപിടിയുമാണ്. അതെന്ത് സന്ദേശമാണ് നിങ്ങൾക്ക്? അപ്പോൾ നിങ്ങൾ പറയും, നിങ്ങൾക്ക് നമ്മളെ ഒരു പാട്ട് പാടാനായിട്ട് നമുക്കൊരു പാടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എന്ത് പറയും? ഇല്ലൂമിനാറ്റി എന്ന് പറയും. ഇല്ലൂമിനാറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? എന്താണ്? അതായത് അതൊരു പ്രത്യേക ഈ നമ്മുടെ മതത്തിനും മറ്റെല്ലാത്തിനുമൊക്കെ എതിരായിട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ്. അത് നിങ്ങളറിയണം. ഈ ഫ്രീമേസൺസ് പോലുള്ള ഒരു സംഘടനയാണ്. അവർക്ക് പ്രത്യേക എൻലൈറ്റൻമെൻറ്റ്, വെളിച്ചം കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാ പരമ്പരാഗത മൂല്യങ്ങളെയും ചവിട്ടിമരിക്കുന്ന ഒരു സംഘടനയാണ്. ആ സന്ദേശമാണ് അതിൽ നിന്ന് കിട്ടുന്നത്. എന്നിട്ട് അത് നല്ല സിനിമയാണെന്നും പറഞ്ഞ് നിങ്ങളെല്ലാവരും ഇടിച്ചു കയറുകയാണ്. ഇനി പ്രേമലു എടുക്കുക. അവിടെയും അടിയും കുടിയൊക്കെ തന്നെയാണ്. നിങ്ങൾ നല്ല പോലെ ശ്രദ്ധിച്ചത് നോക്കിയാൽ മനസ്സിലാകും. പിന്നെ മഞ്ഞുമ്മൽ ബ്രദേഴ്സിൻ്റെ കാര്യം. അവർ ബ്രദേഴ്സാണ്, അതുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത്, ബോയ്സ്. അതെങ്ങനെ നല്ല സിനിമയാവും? നിങ്ങൾ മനസ്സിലാക്കുന്നത്, ഒരാൾ അപകടത്തിൽ പോയപ്പോൾ പോലീസും ഫയർ സർവീസും ഒക്കെ ഒന്നും ചെയ്യാതിരുന്നപ്പോഴും അവരുടെ കൂട്ടത്തിൽ ഒരാൾ ഇറങ്ങി ആ 120 അടി താഴ്ചയുള്ള ആ കുഴിയിലിറങ്ങി ആ വീണയാളെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. നല്ല കാര്യം. മാത്രമല്ല അവർ പറയുന്നു, അവൻ ഇല്ലെങ്കിൽ ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങളും എല്ലാവരും ആ കുഴിയിലേക്ക് ചാടാൻ പോവുകയാണ് എന്ന്. പക്ഷേ ഒരു കാര്യം ആലോചിച്ചേക്കണം. അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയ നേരം മുതൽ വഴിനീളെ കുടിയും ഛർദിയും മാത്രമാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് കാണിക്കും, പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്, മദ്യപാനം അത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്. എന്നിട്ട് ഫുൾ ടൈം ഛർദിയാണ്, കുടിച്ചു മറിയുകയാണ്. അപ്പം നിങ്ങൾ ആകർഷിക്കപ്പെടുന്നത് ഇപ്പോൾ കുടി വലി എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമല്ലാതെ. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്, ചില്ലറ ചില കാര്യങ്ങൾ ഉണ്ടെന്ന് കരുതിയിട്ട് അതാണ് ഏറ്റവും വലിയ ആകർഷണമായിട്ട് പറയുമ്പോൾ നമ്മൾ ശരിയായ കാര്യം ശ്രദ്ധിക്കുന്നില്ല എന്നതാണ്. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടി യൂണിഫോം ഇട്ടുകൊണ്ട് പോകുമ്പോൾ പകരം വേറൊരു ഉടുപ്പ് ബാഗിൽ വെച്ചിട്ടാണ് പോകുന്നത്. ക്ലാസ് കട്ട് ചെയ്ത് വേറെ എവിടെയെങ്കിലും പോയിട്ട് വേറെ പല പണികളിലും ഏർപ്പെട്ട്. ഇപ്പം നമ്മുടെ ഈ തൊട്ടടുത്താണ് ഒരു 35 വയസ്സുകാരന് മറ്റൊരാൾ കുത്തി കൊന്ന് അവിടെ
ഇതിൻ്റെയൊക്കെ പിറകിൽ മയക്കുമരുന്നിൻ്റെ ശക്തമായ സാന്നിധ്യമുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ആരെങ്കിലും നിങ്ങളെ അതിനൊക്കെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് നിന്നു കൊടുക്കാതിരിക്കുക. നമ്മുടെ വിശ്വാസം, നമ്മുടെ പള്ളികളുടെ മുന്നിലെല്ലാം ഇപ്പോൾ ഒരു പടം കൊണ്ടുവന്ന് പോസ്റ്റർ കൊണ്ടുവന്ന് ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അച്ഛൻ്റെ പള്ളിയുടെ മതിലേലും ഉണ്ട്. എംപറർ എമ്മാനുവൽ, അത് നമ്മുടെ വിശ്വാസത്തിന് വിരുദ്ധമായിട്ട് നിൽക്കുന്ന ഒരു സംഘമാണ്. ഇപ്പോൾ അവിടെ ആൾ കിട്ടാത്തത് കൊണ്ട് ആളെ ഓടിച്ചിട്ട് പിടിക്കാനായിട്ടുള്ള ആകർഷണമായിട്ട് നടത്തുന്നതാണ്. മുമ്പ് ആ മതിലിനകത്ത് തന്നെ അവർ ഒതുങ്ങിക്കൂടുകയായിരുന്നു. ലോകാവസാനം തങ്ങൾ മാത്രമാണ് രക്ഷപ്പെടാൻ പോകുന്നതെന്നൊക്കെ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയാതെ ചെന്ന് നമ്മൾ തലവെച്ച് കൊടുക്കുകയാണ്. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഓർമ്മയുണ്ടാകണം. നമുക്ക് വിശ്വാസമാണ് ഏറ്റവും വലുത്. ആ വിശ്വാസം നമുക്ക് സംരക്ഷിക്കാനായിട്ട് കഴിയാം. നിങ്ങൾ വളർന്നു വരണം, ആയുസ്സും വേണം. മനസ്സിലായോ? അല്ലാതെ വെട്ടി കുത്തി നീ എന്നെ കെട്ടിയില്ലെങ്കിൽ നിന്നെ ശരിയാക്കി കളയുമെന്ന് പറഞ്ഞിട്ട് കുത്തിമറിച്ചിട്ടേച്ച് ഓടി രക്ഷപ്പെടുക. എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ പത്രത്തിൽ വായിക്കുന്നത്, ടി വിയിൽ കാണുന്നത്. നിങ്ങൾ അതൊന്നും ഓർക്കാതെയാണ് ഒരാളിങ്ങനെ കൈ കാണിച്ചാൽ ഉടനെ ഇറങ്ങിപ്പോവുക. മാതാപിതാക്കന്മാർ പറയുന്നതിനേക്കാൾ വേറെ വല്ലവരുമൊക്കെ പറയുന്നത് പ്രമാണമാവുക. എന്നിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ തല്ലിപ്പിരിഞ്ഞു പോവുക. ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇതൊന്നും ഉണ്ടാകാതെ ശരിയായ ആ നല്ല ബോധ്യങ്ങളിൽ, നല്ല വിശ്വാസത്തിൽ വളർന്നു വരാനായിട്ടുള്ള പരിശീലനത്തിനാണ് ഈ ശിശു സംരംഭങ്ങളെല്ലാം ശ്രമിക്കുന്നത്. നന്നായിട്ട് വരട്ടെ, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്.